ഹായ് ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലാടാ, ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചോണ്ടിരിക്ക. നമ്മളെ ഇവിടെ നാട്ടില് ഉത്സവാന്നല്ലോ. അതെ, നമ്മളെ മുണ്ടിക്കാല് ഉത്സവാണ്. ഇന്നലെ അതിന്റെ കാഴ്ചയും അതിന്റെ ഇതെല്ലാം അത് വന്നിട്ട് ഉറങ്ങിയിട്ട് ഉറക്കക്ഷീണം എന്റെ കണ്ണൊന്നും മീന്നില്ല. 2 മണി അതിന് എല്ലാരും വരുമ്പോ കാഴ്ച ഇതെല്ലാം കണ്ടിട്ട് ഇപ്പൊ 2 ഭാഗത്തുള്ള കാഴ്ചയാണ്. തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുള്ള കാഴ്ച. അത് വടക്ക് ഭാഗന്നിട്ടാണ്. അപ്പൊ അതെല്ലാം അന്ന് കണ്ട് പിന്നെ വന്ന് കിടക്കുമ്പോ 2 മണിയെല്ലാം കഴിഞ്ഞല്ലേ. പിന്നെ ഉറങ്ങി എണീക്കും പെയ്തു. പിന്നെ ഇന്നിപ്പോ ഇന്ന് കഴിയുന്ന ദിവസമാണ്. ഇന്ന് അന്നദാനം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ പോകഞ്ഞത് ആരും അങ്ങനെ രാവിലത്തെ പലഹാരം ഉണ്ടാക്കിയതേ. ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാവർക്കും അവിടെയാണ്. ഉച്ചക്ക് മാത്രമേ. അതെ, അപ്പൊ നമുക്കിനിപ്പം കുളിയെല്ലാം കഴിഞ്ഞിട്ട് പോണം, തെയ്യം കാണണം, ഭക്ഷണം കഴിക്കണം. ഇന്ന് രാത്രി പാട് കഴിയും. 10-12 മണി 1 മണിയെല്ലാം ആവും ചിലപ്പോ ഇന്ന് തെയ്യം കഴിയുമ്പോ. എന്തെല്ലാം തെയ്യമില്ല? തെയ്യം വിഷ്ണുമൂർത്തി, വടവീരൻ, പിന്നെ രക്തചാമണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, അങ്ങനെ കുറെ തെയ്യം ഉണ്ട്. നമ്മളെ കണ്ണൂര് പറഞ്ഞാല് തെയ്യങ്ങളുടെ നാടാണ് കണ്ണൂര്. അപ്പൊ കണ്ണൂര് പിന്നെ നമ്മളൊരു സ്ഥാനമാണ് അല്ലേ, നമ്മളെ മുണ്ടിക്കാല്. നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകാന്ന്. അപ്പൊ നമ്മളെ സ്ഥലം എവിടെയാണെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ടാമേ. അത് നമ്മളെ സ്ഥലം എവിടെയാന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഇപ്പം കുറെ പുതിയ മെമ്പേഴ്സ് നമ്മളെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മളെ സ്ഥലം ശരിക്കും പറഞ്ഞാല് കണ്ണൂർ ജില്ലയില് പയ്യന്നൂര്. അപ്പൊ നമ്മളെ സ്ഥലം ശരിക്കും എവിടെയാന്ന് വെച്ചാല് കണ്ണൂർ ജില്ലയില് പയ്യന്നൂരിനടുത്ത് കരുവള്ളൂർ പേരളം പഞ്ചായത്തില് കണിയാങ്കുന്നാണ് ശരിക്കും സ്ഥലത്തിന്റെ പേര്. പുത്തൂര് കണിയാങ്കുന്ന്. അപ്പം ആ ഉത്സവം നടക്കുന്ന കൊഴുമൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ. ലോകുന്റെ സ്കൂളിൽ മുട്ടിയിട്ട് തന്നെയാണ് അമ്പലം. അതുകൊണ്ട് അവർക്ക് ഇന്നൊന്നും സ്കൂളില്ല, അവധിയാണ്. അപ്പൊ പിന്നെ അങ്ങനെയെല്ലാം നമ്മളെ ഉത്സവം കഴിയുന്ന ദിവസവും. അപ്പം ഇന്ന് ആരും പണിക്ക് പോകൂല. ആദ്യം കല്യാണം കഴിഞ്ഞ് പോയവരെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ഉത്സവം കഴിയുന്ന ദിവസം എല്ലാവരും ഉണ്ടാവും. അതെ, എല്ലാരും നാട്ടിലേക്ക് ഉത്സവം കാണാൻ വരും. മുമ്പ് ഞാൻ അനിയേട്ടൻ്റെ അടുത്ത് ഉണ്ടാവുന്ന സമയത്ത് ഉത്സവത്തിന് കാഴ്ചേന്റെ ആ സമയമാകുമ്പോ ഇങ്ങോട്ട് വരും. പിള്ളേരെല്ലാം കൂട്ടി പോകുമ്പോഴേ ഡ്രസ്സെല്ലാം എടുത്ത് വരും. പിന്നെ ഉത്സവം കഴിഞ്ഞിട്ടേ തിരിച്ചു പോകൂല. ഇപ്പൊ ഇവിടെ തന്നെ ആയോണ്ട് പിന്നെ അതുകൊണ്ട് നിന്ന് എല്ലാരും പറയും, നിന്റെ വീടിന്റെ അടുത്ത് തന്നെ വീടല്ലേ, നല്ല സുഖല്ലേ, എപ്പോ അച്ഛനും അമ്മേനെയും കണ്ടോണ്ട് ഇവിടെ. കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞ പോലെ അമ്മേന്റെ അടുത്ത് എപ്പെങ്കിലും വല്ലപ്പോഴും അത് വന്ന്. ഇതിനിടയ്ക്ക് ഒരു ദിവസം കാരപ്പത്തിന്റെ ഓർഡർ ഉണ്ടാവാന്ന് വനക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ദിവസം അമ്മേന്റെ ഒപ്പം നിന്നിന്. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മ വേറെ സ്ഥലത്ത് ദൂരെല്ലാന്നെങ്കിൽ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അത് എനിക്ക് കിട്ടൂല. പിന്നെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് നമ്മ ഇന്നലെ കാഴ്ചയിടം കാണാൻ പോകുമ്പോൾ ഇല്ലേ കുറച്ച് വിശേഷങ്ങളാണ്. കാഴ്ചയിടം കാണാൻ ആഗ്രഹമില്ലവർക്ക് നമ്മളെ ഈ വീഡിയോയിലേക്ക് കൂടെ കാണാം. അപ്പോൾ നമ്മളെ ഉത്സവത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടാ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ വേഗം പോയിട്ട് അതെല്ലാം ഒന്ന് കണ്ടുവാ.
മേലേക്ക് വിടറാ പോയിട്ട അമ്മേതാ നല്ല അടിപൊളി ചുരിദാറിലാണ്.
അപ്പൊ ഇന്നലെ പോയ അടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ എടുത്തിന് എല്ലാം ഒന്നും എടുത്തിട്ടുമില്ല പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അതെ ബുദ്ധിമുട്ട് പിന്നെ അവരിത് കാണാൻ വേണ്ടിട്ട് ആകാംക്ഷാണ്ട് നിക്കുന്നതായിരിക്കും അതിന്റെ അടുത്ത് നമ്മ ക്യാമറയും കൊണ്ട് പോകുമ്പോ അവർക്ക് ബുദ്ധിമുട്ട് അങ്ങനെ കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് രാത്രിയാകുമ്പോ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല പിന്നെ വെറുതെ എടുക്കാന്നേ ഇല്ലു അതല്ലേ തന്നെ നമ്മള് ഫോണിന് അങ്ങനെ അതെ അപ്പൊ പിന്നെ നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയുടെ ഷോർട്സ് ഇട്ട സമയത്ത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അതിലെ കൂടെ കുറേ പുതിയ ആൾക്കാർ നമ്മളെ ഫാമിലിയിലേക്ക് വന്നിട്ടുമുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ഇടുമെന്ന് ഓൾറെഡി നമ്മ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉണ്ണിയപ്പം അതേപോലെ പത്തല് നെയ്യപ്പം എല്ലാം ലോങ് വീഡിയോ നമ്മളെ ചാനലുണ്ട് എന്നാലും പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചെയ്യുക അത് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഉണ്ട് അപ്പോൾ നമ്മ അതിൻ്റെ റെസിപ്പി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ എന്തൊക്കെയാണെന്നില്ലേ പിന്നെ കുറേ പേര് ഇങ്ങനെ തുടങ്ങാനെല്ലാം താല്പര്യം ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് തീർച്ചയായിട്ടും തുടങ്ങാൻ വിചാരിക്കുന്നവര് ധൈര്യത്തോടെ തുടങ്ങണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വരുമാനം ആണത് എന്താ വെച്ചാൽ വീട്ടില് പണിക്കൊന്നും പോകാണ്ട് വീട്ടിൽ നിൽക്കുന്നവർക്ക് ആരെങ്കിലും ഇപ്പൊ ഓർഡർ പറഞ്ഞു കൊടുത്താൽ നമ്മളെ കൊണ്ട് കഴിയുന്നാണെങ്കിൽ നമ്മൾ ഈ റെസിപ്പി നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് എന്താ വെച്ചാൽ 10 റുപ്യ ഒരു വരുമാനം നമുക്ക് കിട്ടും ഞാൻ ഇതിനായിട്ട് നിൽക്കുന്നില്ല ഞാൻ ഇത് കിട്ടുമ്പോൾ ഇത് ചെയ്യും പണിക്ക് ഉണ്ടാവും പണിക്കും പോകും അങ്ങനെയാണ് അതേപോലെ വലിയൊരു പൈസ മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം കുറച്ച് ഓർഡർ പിന്നെ വലിയ അങ്ങനെ കുറച്ച് വലുതാ അങ്ങനെയെല്ലാം എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക വലിയൊരു മുതൽ മുടക്കം അങ്ങനെ ആ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളും എന്തെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മിപ്പോൾ ചെയ്യാൻ തുടങ്ങി നമ്മ ഈ യൂട്യൂബ് വീഡിയോയിലേക്ക് കൂടിയാണ് ആദ്യമായിട്ട് തന്നെ ഇതുപോലൊരു സംഭവം തുടങ്ങിയത് തന്നെ സംരംഭം പോലെ തുടങ്ങിയ തന്നെ യൂട്യൂബ് വീഡിയോ കാരണമാണ് നമ്മ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് നമ്മളോട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി നമുക്ക് ചെയ്തു തരുമോന്ന് അങ്ങനെയാണ് നമ്മ തുടക്കം കുറിച്ചിന് ഇങ്ങനെ ഒരു ഉണ്ടാക്കി കൊടുക്കലിന് എല്ലാം നമുക്കൊരു ധൈര്യമാണ് അതെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ആവുമോ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കരുത് നമുക്കൊരു ധൈര്യം വരണം പിന്നെ മുമ്പോട്ട് ജീവിതം മുമ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്കൊരു ധൈര്യം വരുന്നതാണ് മടിച്ച് നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് അത് ഉണ്ടാക്കുക നന്നാവുമ്പോൾ കൂടുതൽ ഓർഡർ വേണ്ടുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഓർഡർ പറയുന്നവർക്ക് ആയി കൊടുക്കലാണ് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിൽക്കുന്നല്ല ഓർഡർ അനുസരിച്ചിട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അധികം ഉണ്ടാക്കുമ്പോൾ പിന്നെ ആരോടും പണം കഴിച്ചിട്ട് അതങ്ങനെ വീട്ടിനടുത്തുള്ള വെള്ളം വാങ്ങുന്നവരുണ്ട് അവർക്ക് കൊടുക്കും അപ്പൊ അതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുക അടുത്ത് തന്നെ ചെയ്യും അപ്പോൾ ഇത് പഞ്ചായത്തിൽ നമ്മളെ കുടുംബശ്രീയിൽ ഇതുപോലെ ഒരു സംരംഭം തുടങ്ങാനില്ലേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ തുടങ്ങാനില്ല ഇപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചെല്ലാം എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുക അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ നമ്മളെ ഉത്സവത്തിൻ്റെ എല്ലാം കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മളെ കാഴ്ചേൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കാണിച്ചാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.